ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പോ കൈ ഉയർത്തിയത് തന്റെ പ്രായത്തെ ഓർത്ത് ഞാൻ വിട്ടിരിക്കുന്നു. മേലാൽ തന്റെ കൈ സൂര്യമകത്തെ കുട്ടിയുടെ നേർക്ക് ഉയർന്നാൽ തന്റെ കൈ മാത്രമല്ല വെട്ടിമാറ്റാൻ പോകുന്നത്, തന്റെ തല കൂടി ഞാനിങ്ങ് വെട്ടിയെടുക്കും. പറഞ്ഞേക്കാം. എടോ, പ്രതാപൻ പറഞ്ഞ പോലെ ചെയ്യും. മാത്രമല്ല, ഈ കൂട്ടുകാരൻ ചോദിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഉണ്ട്. ഒന്നും മാറോടുന്നു. നിനക്കൊക്കെ പോയി തൊഴിലെടുത്ത് ജീവിച്ചൂടെ? യവന്മാരുടെയൊക്കെ പുറകെ നടന്ന് എന്തിനാ വെറുതെ നാണം കെടുത്തേ? താൻ പാട്ടുപുരിക്കൽ കർത്താവല്ല, ഇനി ഊട്ടുപുരിക്കൽ തങ്കമ്മയുടെ ഭർത്താവായാലും ഞങ്ങൾക്കൊരു കോപ്പുമില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. സൂര്യമംഗലത്ത് ഈ കുട്ടിയുടെ മുമ്പിൽ ഒരു വിലങ്ങ് തടിയെ താൻ എപ്പോഴെങ്കിലും വന്നു നിന്ന പിന്നെ പാട്ടുപുരയ്ക്കൽ തറവാടുമില്ല, താനുമില്ല. കത്തിച്ചു കളയും ഞാൻ. പത്മ വണ്ടിക്കര്. വണ്ടി എടുക്ക വേണോട്ടാ. ഈ പ്രതാപേട്ടന് എന്നോട് എന്തൊരു സ്നേഹോ. ഞാനെന്ന് വെച്ചാ ഏട്ടന് ജീവനാ. പക്ഷേ ഞാനിത് നേരത്തെ തിരിച്ചറിയേണ്ടിയിരുന്നില്ല ഈശ്വര. എന്താ പത്മ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല പ്രതാപേട്ട. പ്രതാപേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചോദിച്ചോ. ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഞാൻ തയ്യാറാ. പത്മാവതി കുഞ്ഞിന് പ്രതാപനോട് പരമപുച്ഛായിരുന്നു. വളരെ പെട്ടെന്നാണല്ലോ ഈ മാറ്റം. എന്താണിത്? എന്റെ നേരെ ആരെങ്കിലും വഴക്കിന് വന്നാ പ്രതാപേട്ടൻ ശരിക്കും അവരെ കൈകാര്യം ചെയ്യോ? അതിനെന്താ എത്ര സംശയം? പത്മയുടെ നേരെ ആര് വഴക്കിന് വന്നാലും ഞാൻ അവരെ നേരിടും. പത്മയുടെ ശരീരത്തിൽ ഒരു തരി മണ്ണ് നുള്ളിടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അതിന് ഒരു കാരണമുണ്ട്. ഞാൻ ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും മഹാദേവ വർമ്മ സാറിനെയാണ്. സാറിന്റെ മകളെന്ന് വെച്ചാ അതിലൊരു സംശയവും വേണ്ട. എനിക്കൊരു ദേവതയെ പോലെയാ.